നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇക്കഴിഞ്ഞ ദിവസം ഹിന്ദു മക്കൾ കക്ഷി ഒരു തമിഴ്നാട്ടിലെ ഒരു ഹൈന്ദവ സംഘടനയാണ്. ആ സംഘടനയുടെ ഒരു പ്രാദേശിക നേതാവായ സൂര്യകുമാർ എന്ന സൂര്യ തമിഴ്നാട് ഹൈക്കോടതിയെ ഒരു പ്രത്യേക ആവശ്യവുമായി സമീപിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ആവശ്യം വളരെ സ്വാഭാവികമായൊരാവശ്യമായിരുന്നു. കാരണം ഈ ബക്രീദിനോടനുബന്ധിച്ച് പൊതുനിരത്തിൽ വെച്ചുള്ള പശുവിൻ്റെയും പശുക്കിടാങ്ങളുടെയും അറവ് ഒഴിവാക്കി അവയെ സർക്കാർ അംഗീകൃത അറവുശാലകളിലേക്ക് മാത്രമായി പരിമിതപ്പെടുത്തണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം. കാരണം കോയമ്പത്തൂർ പോലുള്ള പ്രദേശങ്ങളിൽ താൽക്കാലികമായ ഷെഡുകൾ ഒരുക്കി ഇത്തരത്തിലുള്ള അറവുകൾക്ക് വേദി ഒരുങ്ങുകയാണ് എന്നുള്ളൊരാശങ്ക അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. അതേ തുടർന്ന് ആ കേസ് പരിശോധിച്ച തമിഴ്നാട് ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ച്, വേനൽക്കാല ബെഞ്ച്, അതിൽ ജസ്റ്റിസ് സ്വാമിനാഥനും ജസ്റ്റിസ് ലക്ഷ്മി നാരായണനുമാണ് ന്യായാധിപന്മാരായിട്ടുണ്ടായിരുന്നത്. അവരൊരു പ്രത്യേക വിധി പുറപ്പെടുവിപ്പിച്ചിരിക്കുകയാണ്. അതൊരു വളരെ പ്രാധാന്യമർഹിക്കുന്നൊരു വിധിയാണ്. കാരണം നമ്മുടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലൊട്ടാകെ മാധ്യമങ്ങളെല്ലാം EDയുടെയും പിണറായി വിജയൻ്റെയും വീണ വിജയൻ്റെയും എല്ലാം പുറകെ പോയതുകൊണ്ട് മാത്രം അല്പം ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു വിഷയമാണ്. പക്ഷേ വളരെയധികം പ്രാധാന്യമർഹിക്കുന്നൊരു വിധിയാണ് മദ്രാസ് ഹൈക്കോടതി പുറപ്പെടുവിപ്പിച്ചിരിക്കുന്ന വിധി. മറ്റൊന്നുമല്ല, ബക്രീദിന് മാത്രമല്ല മറ്റൊരു ദിവസത്തിലും തമിഴ്നാട്ടിൽ ഇനി മുതൽ ഗോവധം അനുവദനീയമല്ല. അത് പൊതുനിരത്തുകളിൽ മാത്രമല്ല, സർക്കാർ അംഗീകൃത അറവുശാലകളിലോ എവിടെയാണെങ്കിലും അത്തരത്തിലുള്ളൊരു പ്രക്രിയ അനുവദിക്കാവുന്നതല്ല, അനുവദിക്കാൻ പാടുള്ളതല്ല. ഗോവധവും കിടാവിൻ്റെ വധവും നിരോധിച്ചിരിക്കുന്നു. തന്നെയുമല്ല, അറവ് സംബന്ധിച്ചും വ്യക്തമായ ഒരു മാർഗരേഖകൾ മദ്രാസ് ഹൈക്കോടതി പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ട്. ഇത്ര മാസം പ്രായമുള്ള പോത്തുകളെയോ ആടുകളെയോ മാത്രമേ അറുക്കുവാൻ പാടുള്ളൂ. അതും സർക്കാർ അംഗീകൃത അറവുശാലകളിൽ മാത്രം. പൊതുനിരത്തിൽ വെച്ച് യാതൊരു തരത്തിലും ഇത്തരമൊരു പ്രക്രിയ അനുവദിക്കാവുന്നതല്ല എന്നുള്ളത് സംബന്ധിച്ചുള്ള വ്യക്തമായ മാർഗരേഖകൾ സംസ്ഥാനത്തിൻ്റെ ചീഫ് സെക്രട്ടറിക്കും ഡയറക്ടർ ജനറൽ ഓഫ് പോലീസിനും കൈമാറിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, നാളെ മെയ് 29 ഈ കേസ് വീണ്ടും പരിശോധനയ്ക്കെടുക്കുന്നുണ്ട് ഹൈക്കോടതി. എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ഈ മാർഗനിർദ്ദേശങ്ങളെല്ലാം അതേപടി ബക്രീദ് ദിനം മുതൽ പാലിക്കപ്പെട്ടു എന്നുള്ളത് സംബന്ധിച്ചുള്ള വിശദമായൊരു റിപ്പോർട്ട് ചീഫ് സെക്രട്ടറിയും ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് DGPയും ഹൈക്കോടതിക്ക് മുൻപാകെ സമർപ്പിക്കണം എന്നുള്ള നിർദ്ദേശത്തോടു കൂടി. അതായത് ഈ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അവർ ഉറപ്പാക്കണം. ഈ ഒരു വിധിയുടെ ഒരു പ്രാധാന്യമെന്ന് പറയുന്നത് അടിസ്ഥാനപരമായി വിധിയിലുള്ള ചില പരാമർശങ്ങൾ കൂടി ചേർത്ത് വായിക്കുമ്പോൾ പ്രേക്ഷകർക്ക് ബോധ്യമാകും. കാരണം ഈ വിധി പ്രഖ്യാപിക്കവേ ജസ്റ്റിസ് സ്വാമിനാഥനും ജസ്റ്റിസ് ലക്ഷ്മി നാരായണനും പറഞ്ഞത്, ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കാലം മുതൽ തന്നെ പശുക്കൾ വളരെ ആരാധിക്കപ്പെടുന്ന ഒരു വിഭാഗത്തിൽ പെടുത്തിയ മൃഗങ്ങളാണ്. തന്നെയുമല്ല, നമ്മുടെ ഒരു സാമൂഹ്യ വ്യവസ്ഥയുമായി ഏറ്റവും അധികം ഇഴചേർന്ന് ജീവിക്കുന്ന ജീവികളാണ് പശുക്കൾ. അതുകൊണ്ട് തന്നെ അവയുടെ വധം ഒരു തരത്തിലും അനുവദിക്കാവുന്നതല്ല. തന്നെയുമല്ല, മഹാത്മാഗാന്ധിയെപ്പോലുള്ള മഹത് വ്യക്തിത്വങ്ങൾ ഈ ഗോവധ നിരോധനം എല്ലാ കാലവും അവരുടെ ആവശ്യമായി ഉയർത്തിയിരുന്നു. ഭരണഘടന തന്നെ അതിനെ സംസ്ഥാനങ്ങളോട് ഈ ഗോവധ നിരോധനം സംബന്ധിച്ചുള്ള നിയമങ്ങൾ ഉണ്ടാക്കണം, അതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അനുശാസിക്കുന്നുണ്ട്. പല സംസ്ഥാനങ്ങളും അത്തരത്തിലുള്ള നടപടികൾ എടുത്തിട്ടുണ്ട്. സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള ന്യായാധിപ വ്യവസ്ഥകൾ, ഒരു ന്യായാസനങ്ങൾ അവയെല്ലാം അംഗീകരിച്ചിട്ടുമുണ്ട്. തന്നെയുമല്ല, തമിഴ്നാട് സർക്കാരിൻ്റെ തന്നെ 1979 ഒരു ഗവൺമെൻറ് ഓർഡർ പ്രകാരം ഗോവധ നിരോധനം ഇപ്പോൾ തന്നെ തമിഴ്നാട്ടിൽ പ്രാബല്യത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ നിയമത്തിന് അനുസൃതമായി വേണം കാര്യങ്ങൾ മുന്നോട്ട് പോകാനെന്നുള്ള വളരെ വിശദമായൊരു വിധിയാണ് ഗോവധ നിരോധനം സംബന്ധിച്ച് ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതി പുറപ്പെടുവിപ്പിച്ചിരിക്കുന്നത്. ഈ വിധിയുടെ ഒരു പ്രാധാന്യമെന്ന് ഞാൻ പറയുന്നത്, ഈ ഗോഹത്യയ്ക്ക്, ഈ ഗോവധത്തിന് പരസ്യമായി പശുക്കളെയും കിടാങ്ങളെയും അറുക്കുന്നതിന് പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും, ഈ ബീഫ് നിരോധനം എന്നുള്ളൊരു പേരിലുള്ള വ്യാജ പ്രചരണം കേരളത്തിലുടനീളം അലയടിച്ചപ്പോൾ റജിൽ മാക്കുറ്റിയെ പോലുള്ള കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി പശുക്കിടാവിനെ അറുത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച സംഭവങ്ങളും, അത് വടക്കേ ഇന്ത്യയിൽ ഉൾപ്പെടെ പല പ്രദേശങ്ങളിലും അത് വൈറലായി മാറി പൊതുജനവികാരം അതിനെതിരെ അലയടിച്ചതും റജിൽ മാക്കുറ്റിയെ ഇടക്കാലത്തേക്ക് കോൺഗ്രസ് പുറത്താക്കിയതുമെല്ലാം പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും. ഈ സംഭവങ്ങളുടെ എല്ലാം തുടക്കം ഒരു ഇസ്ലാമിക അധിനിവേശ കാലം മുതലാണ്. ബ്രിട്ടീഷുകാരുടെ അധിനിവേശ കാലത്ത് തന്നെ അവരുടെ ഓഫീസർമാരുടെ ഭക്ഷണ ആവശ്യങ്ങൾക്ക് വേണ്ടി പശുക്കളെ അറക്കുന്നൊരു സമ്പ്രദായം ഭാരതത്തിൽ ആദ്യമായി നിലവിൽ വന്നിരുന്നു.
അതിനു മുൻപ് മുഗളന്മാരുടെ കാലഘട്ടത്തിൽ ഇത്തരമൊരു പശുക്കളെ അറുക്കുക എന്നുള്ളൊരു പ്രക്രിയ ആഹാരക്രമത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല ഒരിക്കലും നടത്തിപ്പോന്നിരുന്നത്. പ്രത്യേകമായി ഹൈന്ദവ ആചാരങ്ങളെ അപമാനിച്ച് ഹൈന്ദവരെ മതപരിവർത്തനം ചെയ്യുന്ന വേളയിൽ അവരെ കൊണ്ട് അവർ ആരാധിക്കുന്ന ഒരു മൃഗത്തിൻ്റെ മാംസം ഭക്ഷിപ്പിച്ച് അവരെ മതം മാറ്റുക എന്നുള്ളൊരു ക്രൂരമായ വിനോദത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇസ്ലാമിക അധിനിവേശകർ, ടിപ്പു സുൽത്താൻ ഉൾപ്പെടെയുള്ളവർ കേരളത്തിൽ അധിനിവേശം നടത്തുന്ന വേളയിൽ ടിപ്പു ആണെങ്കിലും ഔറംഗസേബ് ആണെങ്കിലും മാലിക് ഗഫൂറിനെ പോലുള്ള ക്രൂരന്മാരാണെങ്കിലും ഇവരെല്ലാം അവരുടെ അധിനിവേശ കാലഘട്ടങ്ങളിൽ ചെയ്തു പോന്നിരുന്ന ഗോഹത്യ എന്നുള്ള ഒരു പ്രക്രിയ ഹൈന്ദവ ആചാരങ്ങളെ അപമാനിച്ച് ഹിന്ദുക്കൾ ഒരു നീചന്മാരാണ്, നികൃഷ്ടന്മാരാണ് എന്നുള്ളൊരു തോന്നൽ അവരിൽ സൃഷ്ടിച്ച് അവരെ മതം മാറ്റി പിന്നീട് ഒരിക്കലും അവർക്ക് തിരിച്ച് അവരുടെ മതത്തിലേക്ക് പോകുവാൻ അവരുടെ മനസാക്ഷി അനുവദിക്കാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ള വളരെ മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു ക്രൂര വിനോദമായിരുന്നു എന്ന് തന്നെ വേണം ഇതിനെ വിളിക്കുവാൻ. ഈ ഒരു പ്രക്രിയ കാലാകാലങ്ങളായി ഒളിഞ്ഞും തെളിഞ്ഞും ഇസ്ലാമിക വിഭാഗത്തിലെ ചില വിഭാഗങ്ങൾ, ഒരു തീവ്ര ഇസ്ലാമിസ്റ്റുകളെന്ന് വേണമെങ്കിൽ നമുക്കവരെ വിളിക്കാം, നമ്മുടെ സമൂഹത്തിൽ തുടർന്നു പോന്നിരുന്നു. പ്രത്യേകിച്ച് ഈ ബക്രീദ് പോലുള്ള അവരുടെ ഉത്സവങ്ങളുടെ കാലത്ത് അല്ലെങ്കിൽ ആഘോഷങ്ങളുടെ കാലത്ത് പരസ്യമായ മൃഗങ്ങളുടെ അറുക്കലിൻ്റെ ഒപ്പം അതൊരു പ്രദർശനപരതയോടുകൂടിയുള്ള രക്തവും മറ്റുമൊക്കെ വാർന്ന് ആ പ്രദേശം തന്നെ ഒരു ഭയാനകമായ അന്തരീക്ഷത്താൽ ചൂഴ്ന്നു നിൽക്കപ്പെടും. അത്തരത്തിലുള്ളതായിരിക്കും അവസ്ഥ കാണുമ്പോൾ. ആ ഒരു അവസ്ഥ ഈ ഇടയിൽ തന്നെ ഇത്തരത്തിലുള്ള പശുക്കളെയും കിടാങ്ങളെയും അറുത്ത് നിങ്ങളുടെ ഗോമാതാവിനെ അറുക്കുന്നു. ഇതൊരു ആഹ്ലാദത്തോടുകൂടി ഒരല്പം ആഹ്ലാദം അനുഭവിക്കുന്ന തരത്തിലാണ് അവരത് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത്തരത്തിലുള്ളൊരു പ്രക്രിയയ്ക്കാണ് തമിഴ്നാട് പോലുള്ളൊരു സംസ്ഥാനത്തിലെങ്കിലും മദ്രാസ് ഹൈക്കോടതി താൽക്കാലികമായി ഒരു തടയിട്ടിരിക്കുന്നത്. ഈ ഒരു പ്രക്രിയ ഒരു പക്ഷേ പെട്ടെന്ന് ആഹാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമായിട്ടൊരു പക്ഷേ ചിലർക്കെങ്കിലും തോന്നിയേക്കാം. ആഹാര സ്വാതന്ത്ര്യത്തിന് മേൽ ഉള്ള കടന്നുകയറ്റമായി ഇതിനെ കാണുന്നതിനോട് എനിക്ക് വ്യക്തിപരമായി യാതൊരു യോജിപ്പുമില്ല. പിന്നെ അതിനൊരു സാധുതയുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ ആഹാര സ്വാതന്ത്ര്യം എന്നുള്ളത് ഒരു രാജ്യത്തും പൂർണ്ണമല്ല. ക്യൂബയിൽ ഗോവധ നിരോധനമുണ്ട്, അവിടെ ആഹാര സ്വാതന്ത്ര്യം ഇല്ലേ? ക്യൂബ ഒരുപക്ഷേ ഏകാധിപത്യ രാജ്യമാണെന്ന് വേണമെങ്കിൽ പറയാം. അമേരിക്കയിൽ പല ഭാഗങ്ങളിലും പല ജീവികളെയും വേട്ടയാടുന്നതിന് കൃത്യമായ വിലക്കുകളുണ്ട്. സംരക്ഷണ മൃഗങ്ങൾ എന്നുള്ള പട്ടികയിൽപ്പെടുന്ന മൃഗങ്ങളെ വേട്ടയാടിയാൽ അത് വലിയ കുറ്റമാണ്. നിങ്ങൾക്ക് കസ്തൂരിമാനിൻ്റെ ഇറച്ചി കഴിക്കുവാനാണ് നിങ്ങൾക്ക് താല്പര്യം, സാധ്യമല്ല ഭാരതത്തിൽ. എന്തിന്? കല്ലുപ്പ് കഴിക്കുവാൻ പോലും നിങ്ങൾക്ക് നിയമപരമായി അനുവാദമില്ല. അയഡൈസ്ഡ് ആയിട്ടുള്ള ഉപ്പ് മാത്രമേ കഴിക്കാവൂ എന്ന നിയമപരമായിട്ടുള്ള ഒരു നിർദ്ദേശം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നിലവിലുണ്ട്. അത് കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്താണ് ഉണ്ടായിട്ടുള്ളത്. ഇത്തരത്തിലുള്ള നിരവധി നിഷ്കർഷകൾ ആഹാര സംബന്ധിയായി നമ്മുടെ മുൻപിലുണ്ട്. ഇത്ര ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ചിട്ടുള്ള ആഹാരങ്ങൾ മാത്രമേ നമ്മുടെ വിപണികളിൽ എത്തുവാൻ പാടുള്ളൂ എന്നുള്ളൊരു നിയമമുണ്ട്. അത് പലപ്പോഴും ലംഘിക്കപ്പെടാറുണ്ട്. പക്ഷേ അത് നിയമത്തിൻ്റെ പരിധിക്കുള്ളിലുള്ളതല്ല, അത് നിയമലംഘനമാണ്. അതിന് പിടിക്കപ്പെട്ടാൽ ശിക്ഷ എന്നുള്ളത് നിയമം നിഷ്കർഷിക്കുന്ന ഒരു രീതിയാണ്. അതുകൊണ്ട് തന്നെ ആഹാര സ്വാതന്ത്ര്യം എന്നുള്ളത് ഒരു ആവേശത്തിന് തെരുവോരങ്ങളിൽ പ്രസംഗിക്കാമെന്നുള്ളതല്ലാതെ ആഹാര സ്വാതന്ത്ര്യം ഒരിക്കലും പരിപൂർണമല്ല ലോകത്തൊരിടത്തും. അതുകൊണ്ട് തന്നെ ഒരു വിഭാഗത്തിന്, ഒരു രാജ്യത്ത് ഭൂരിപക്ഷ വിഭാഗം ദൈവമായോ മറ്റെന്തായോ അവരുടെ സമുദായത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ ഒരു ഭാഗമായി തന്നെ കണ്ട് ആരാധിക്കുകയോ അല്ലെങ്കിൽ സ്നേഹിക്കുകയോ ചെയ്യുന്ന ഒരു മൃഗത്തെ ക്രൂരമായി കൊല്ലുന്നത്, അതും പ്രദർശനപരതയോടുകൂടി കൊല്ലുന്നത് നിരോധിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. മദ്രാസ് ഹൈക്കോടതിയുടെ ഈ നടപടിയെ തമിഴ്നാട്ടിലെ ഹിന്ദുക്കൾ പൂർണ്ണ മനസ്സോടുകൂടി സന്തോഷത്തോടു കൂടിയാണ് സ്വാഗതം ചെയ്യുന്നത്. ഇനി അറിയുവാനുള്ളത് തമിഴ്നാട്ടിൽ ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രിക്കഴകം സർക്കാർ ഇതിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. തന്നെയുമല്ല, മറ്റൊരു കാര്യം കൂടി ഈ അവസരത്തിൽ ശ്രദ്ധേയമാണ്. ഈ പെട്ട പോലുള്ള സംഘടനകളുണ്ടല്ലോ, PETA, ഇതുപോലുള്ള മൃഗസംരക്ഷണം തങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യമാണെന്ന് അവകാശപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനകൾ ബക്രീദ് പോലുള്ള ആഘോഷങ്ങൾ വരുമ്പോൾ നിശബ്ദതയിലേക്ക് പോവുകയും ദീപാവലി, രാഖി പോലുള്ള ഹൈന്ദവാഘോഷങ്ങൾ വരുമ്പോൾ പടക്കം പൊട്ടിക്കരുത്, തെരുവ് നായ്ക്കൾക്കത് അസ്വസ്ഥതയുണ്ടാക്കും. രാഖിയുടെ കാലത്ത് പോലും ഈ തുകൽ കൊണ്ടുള്ള രാഖി ഒഴിവാക്കുക. തുകൽ കൊണ്ടുള്ള രാഖി ഭാരതത്തിൽ ഒരിടത്തും ഒരു ഹൈന്ദവനും സ്വബോധത്തോടു കൂടി ഉപയോഗിക്കില്ല. അങ്ങനെ ഇരിക്കെ പോലും പശുക്കളുടെ തുകൽ കൊണ്ടുള്ള രാഖി
ഒഴിവാക്കി രക്ഷാബന്ധൻ ആഘോഷിക്കൂ തുടങ്ങിയ പരസ്യങ്ങൾ നൽകി അവബോധം സൃഷ്ടിക്കാനെന്നുള്ള വ്യാജേന എന്തിന് ജല്ലിക്കെട്ട് പോലുള്ള ഉത്സവങ്ങൾക്ക് പോലും തടയിടുവാൻ പെട്ടയെ പോലുള്ള സംഘടനകൾ വളരെ സജീവമായി ശ്രമിച്ചിട്ടുണ്ട്. ജല്ലിക്കെട്ടിന് എന്തുകൊണ്ട് പെട്ട തടയിടുവാൻ ശ്രമിച്ചു എന്നുള്ളത് സംബന്ധിച്ച് വിശദമായി മറ്റൊരവസരത്തിൽ സംസാരിക്കേണ്ടതുണ്ട്. കാരണം അതിൻ്റെ പിന്നിൽ വലിയൊരു ഗൂഢാലോചനയും ഒരു വലിയ നീണ്ടകാലത്തെ ഒരുക്കങ്ങൾക്ക് ശേഷമുള്ളൊരു നീക്കമായിരുന്നു ജല്ലിക്കെട്ടിനെതിരെയുള്ള പെട്ടയുടെ അല്ലെങ്കിൽ പെട്ട പോലുള്ള സംഘടനകളുടെ നീക്കം. ഇത്തരത്തിലുള്ള പ്രക്രിയകൾ ചെയ്തു വരുന്ന പെട്ട പോലുള്ള സംഘടനകൾ ബക്രീദ് പോലുള്ള ആഘോഷങ്ങൾ വരുമ്പോൾ പരസ്യമായി മൃഗങ്ങളെ ഇത്തരത്തിൽ അറക്കുന്ന അല്ലെങ്കിൽ കൊലപ്പെടുത്തുന്ന രീതികളെ ഒരിക്കൽ പോലും വിമർശിച്ചിട്ടില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഗുജറാത്തിലാണെന്ന് തോന്നുന്നു, സ്ഥലം തെറ്റാണെങ്കിൽ ക്ഷമിക്കണം, ഒരിക്കൽ മാത്രം എന്തോ ഒരു നിസ്സാരമായിട്ടുള്ളൊരു പ്രദർശനം അവർ ചെയ്തിരുന്നു ബക്രീദ് കാലത്ത് ഈ മൃഗങ്ങളെ കൊലപ്പെടുത്തുന്നതിനെതിരെ. അന്ന് അവിടുത്തെ തടിച്ചുകൂടിയ ആളുകൾ, മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ അവരെ ശാരീരികമായി ആക്രമിക്കുകയും അടിച്ചോടിക്കുകയും ചെയ്തു. അതിനുശേഷം ഒരിക്കൽ പോലും, അതിനു മുൻപും അവർ ചെയ്തിട്ടില്ല, അതിനുശേഷം പിന്നീട് അവർ ശബ്ദിച്ചിട്ടില്ല ഈ വിഷയത്തെക്കുറിച്ച്. ബക്രീദ് പോലുള്ള ആഘോഷങ്ങൾ വരുമ്പോൾ, ക്രിസ്മസിൻ്റെ സമയത്തും അവർ നിശബ്ദരാണ്. പക്ഷേ ഹൈന്ദവ ആഘോഷങ്ങൾ ഏത് വന്നാലും ഈ സമുദായത്തെ ഉദ്ബോധിപ്പിക്കുവാനായി പെട്ട മുന്നിട്ടിറങ്ങും മൃഗങ്ങളുടെ കാര്യത്തിൽ. അത്തരത്തിലുള്ളൊരു ആശങ്ക നിലനിർത്തുന്ന പെട്ട പോലുള്ള സംഘടനകളും ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളത് താല്പര്യത്തോടു കൂടി തന്നെ മാധ്യമങ്ങളും തമിഴ് സമൂഹവും ഒരേപോലെ വീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. അതിലും പ്രാധാന്യം അർഹിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിജയുടെ സർക്കാരിൻ്റെ അടുത്ത നീക്കം എന്തായിരിക്കും ഈ വിഷയത്തിൽ എന്നുള്ളതാണ്. എന്തായാലും ആ വിഷയത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതിനനുസരിച്ച് തത്വമയി ന്യൂസ് അത് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നതാണ്. ആ അവസരത്തിൽ നമുക്ക് ഈ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാം, സംവാദങ്ങൾ തുടരാം. അപ്പോൾ വീണ്ടും കാണാം. വെബ് ഡെസ്ക് തത്വമയി.